ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ഒരു ജനപ്രതിനിധിയായിരിക്കാനുള്ള യാതൊരു മാനദണ്ഡങ്ങളും ഇന്നില്ല എന്ന് നമുക്കറിയാം. ധാർമ്മികത എന്നൊന്ന് കോൺഗ്രസിന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ രാജി അത് പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. തെളിവുകളടക്കം സ്ത്രീകൾ രംഗത്തിറങ്ങിയിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ തെളിവുകളെല്ലാം തന്നെ പങ്കുവച്ചപ്പോഴും കോൺഗ്രസിന് കൃത്യമായിട്ട് ബോധ്യമുണ്ട് അദ്ദേഹം കുറ്റം ചെയ്തിരിക്കുന്ന വ്യക്തിയാണെന്നുള്ളത്. ഈ സമൂഹത്തിന് മൊത്തത്തിൽ അറിയാം അദ്ദേഹം കുറ്റവാളിയാണ് എന്നുള്ളത്. കോൺഗ്രസിന്റെ പദവികളിൽ നിന്നും രാജിവെപ്പിച്ചുകൊണ്ട് അവരൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ പാർട്ടിക്കിടയിലുള്ള പ്രവർത്തകർ തന്നെയാണ് ഈ ആരോപണങ്ങളുമായിട്ട് മുൻപോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും പാർട്ടിയുടെ മുഖം രക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുമുള്ള ഇത്തരത്തിലുള്ള രാജി. പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കോൺഗ്രസിൽ നിന്നും രാജിവെപ്പിച്ചിട്ടുള്ള ആ പാർട്ടിയുടെ ചുമതലകളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു ജനപ്രതിനിധിയായിട്ട് തുടരാൻ അനുവദിക്കരുത് എന്നുള്ള കാര്യം തന്നെയാണ്. ഒരു സ്ത്രീയല്ല, സാധാരണ നമ്മൾ കാണാറ് രാഷ്ട്രീയത്തിലൊക്കെ ഒരു സ്ത്രീ, മുൻപൊക്കെ നമ്മൾ നോക്കുമ്പോഴും സ്വപ്ന സുരേഷ് നിറഞ്ഞു നിന്നിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, സരിത നിറഞ്ഞു നിന്നിരുന്ന ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആളുകൾ നിറഞ്ഞു നിന്നിരുന്ന രാഷ്ട്രീയം തന്നെയാണ് ഇടതായാലും വലതായാലും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സ്ത്രീകൾ ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം. ഇത്രത്തോളം വൈകല്യം അദ്ദേഹത്തിന്, ഇത് കൃത്യമായിട്ടുള്ള ഒരു ലൈംഗിക വൈകല്യമാണ്. ആ വൈകല്യത്തിന് ചികിത്സയാണ് കൊടുക്കേണ്ടത്. ഒരു ജനപ്രതിനിധിയായിട്ട് വാഴാൻ ഇനിയും ഈ സമൂഹത്തിലുള്ള സ്ത്രീകളുമായിട്ട് ഇടപെടാനുള്ള ഒരു സാഹചര്യം കോൺഗ്രസ് ഒരുക്കി കൊടുക്കരുത്. അതൊരിക്കലും കോൺഗ്രസിന് ഗുണം ചെയ്യില്ല. ഇത്തരത്തിലുള്ള ഒരു നേതാക്കളെ ഉയർത്തി വളർത്തി വലുതാക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് കോൺഗ്രസിന് ഉണ്ടെങ്കിൽ അത് അവരുടെ ഭാഗത്തുള്ള ന്യൂനത തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്.